ചെയ്യേണ്ടത് CA പറഞ്ഞു. ഇപ്പോൾ CA പറഞ്ഞത് ഇപ്പോൾ മുസ്ലിം വിഭാഗക്കാരെ മാത്രമാണ് ഈ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഒരു പൗരത്വം ഇന്ത്യയിൽ ലഭിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ ഈ നാട്ടിൽ ജനിച്ചവരായിരിക്കണം, അപ്പോൾ അതിൽ മുസ്ലിം വിഭാഗക്കാരെ മാത്രം ഒഴിവാക്കിയത് മാത്രം. ഇവർ എല്ലാ മതക്കാരും, ഇവിടെ ആരാ മതക്കാർ? ഇവർ ഹിന്ദുവിന്റെ അമ്മയിലും അച്ഛനും ജനിച്ചുകൊണ്ട് അവർ ഹിന്ദുവായി. ഞാൻ മുസ്ലിമിന്റെ അച്ഛനും അമ്മയിലും ജനിച്ചുകൊണ്ട് ഞാൻ മുസ്ലിമായി. അതുകൊണ്ട് മുസ്ലിമും ഹിന്ദുവും എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ഇവിടെ എല്ലാ മനുഷ്യർക്കും നോർമലി പൗരത്വം കൊടുക്കേണ്ട അവകാശം CAക്ക് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ പാർലമെന്റിൽ 48 MP കോൺഗ്രസിലുണ്ടായിരുന്നു. പക്ഷേ CPM-ന്റെ MP ആയിട്ട് ആരിഫ് MP മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം പറയും. പക്ഷേ എങ്കിലും ഒരു കാര്യം കൂടി, താങ്കൾക്ക് അതിന്റെ ചരിത്രമേ അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം 9-ാം തീയതി 313 പേര് അനുകൂലിക്കുകയും 80 പേര് വോട്ടിനിട്ട് ആ ബിൽ എതിർക്കുകയും ചെയ്തു. ആ 80 പേരിൽ കോൺഗ്രസുകാരുണ്ടെന്ന് മാത്രമല്ല, അതിനെതിരായിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചവരിൽ ഒന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള ശശി തരൂരാണ്, NK പ്രേമചന്ദ്രനാണ്, അധീർ രഞ്ജൻ ചൗധരിയാണ്. മുഖ്യമന്ത്രി കള്ളം പറയുകയാണ്. മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്ന് പറഞ്ഞാൽ താങ്കൾ ഇപ്പൊ കള്ളം പറയാണ്. താങ്കൾ ഒന്നുകിൽ ഡിസംബർ 9-ാം തീയതിയുള്ള ആ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ മതി. ആ വോട്ടിംഗ് പാറ്റേണിൽ ബില്ലിന്റെ ഇൻട്രൊഡക്ഷൻ വേളയിൽ കോൺഗ്രസുകാർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ ബില്ല് പാസ്സാക്കുമ്പോൾ സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയി. അതാണ് വലിയ രാഷ്ട്രീയം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് CAA ആണ്. ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗത്തെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന നിലയിലേക്ക് ആ ബില്ല് വോട്ടിനിട്ടപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ AM ആരിഫ് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ അലൻ താഹെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര സർക്കാരല്ല, അലൻ താഹെ അറസ്റ്റ് ചെയ്തത് കേരള പോലീസ്. അല്ലല്ല NIA-യുടെ കാര്യമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. UAP-യുടെയും NIA-യുടെയും കാര്യത്തിൽ നോക്കൂ, അതല്ല CAA-യുടെ വിഷയം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് CAA എന്നാണ്. അതൊന്നേ മുഖ്യമന്ത്രി തിരുത്തണം. നിയമം രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ഏത് സംസ്ഥാനത്തും ആ നിയമം ബാധകമാണ്. അത് കേരളത്തിൽ അത് ശരിയാണ്. അത് രണ്ടാമത് വരാം. പക്ഷെ മുഖ്യമന്ത്രി ഇന്നലെ കള്ളം പറഞ്ഞു എന്നതാണ്. CAA വിഷയത്തിൽ കോൺഗ്രസുകാർ എതിർപ്പ് രേഖപ്പെടുത്തിയില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ കള്ളം പറയുകയല്ലേ ചെയ്തത് സുരേഷ് കുമാർ? അതായത് ആ വോട്ട് രേഖപ്പെടുത്തിയില്ല. അല്ലല്ല, താങ്കൾ വിഷയം മാറ്റരുത്. CAA വിഷയത്തിൽ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്നത് വാസ്തവമല്ലേ? ബാധിതർക്ക് അടുത്തേക്ക് ഓടി എത്താനുണ്ടായിരുന്നത് ആരാണ്? കോൺഗ്രസ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ കോൺഗ്രസിലെ? കണ്ടില്ലേ കോൺഗ്രസിലെ? ഒരു മനുഷ്യൻ വെയിലും ഒരു മനുഷ്യൻ മഴയും തണുപ്പും വെയിലും കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയാണ്. പേര് രാഹുൽ ഗാന്ധി. ഭാരത് ജോഡോ ന്യായയാത്ര ഇതിനെതിരെയാണ്. ഈ ഭാരത് ജോഡോ യാത്രയിൽ CAA സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിനെ കുറിച്ച് ഒരു വരി മിണ്ടാൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കണ്ടില്ലേ? ജയറാം രമേശാണ് സംസാരിച്ചത്. പ്രവർത്തകർക്ക് മുന്നിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ AICC-യുടെ പ്രസിഡന്റ് ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഓടി രക്ഷപ്പെട്ടു. കുറിച്ചു വെച്ചോളൂ, മറുപടി പറഞ്ഞോളൂ. പക്ഷെ അതിന് മുമ്പ് എനിക്ക് 2 പ്രതികരണം കൂടി പറഞ്ഞോ. ആ രാഹുൽ ഗാന്ധിയിലെ പടം വെച്ചാണ് തമിഴ്നാട്ടിൽ വോട്ട് ഇറങ്ങിയതെന്ന്. യെച്ചൂരി പോലും ഇല്ല അതിനകത്ത്. അവരുടെ പ്രതികരണത്തിന് ശേഷം സാർ